നമസ്കാരം. നമ്മൾ ആയൂർ ടൗണിൽ ഈ കാണുന്ന ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകളായി. ആയൂർ ടൗണിലും ആയൂർ കൊട്ടാരക്കര റോഡ്, ആയൂർ അഞ്ചൽ റോഡ്, ആയൂർ ഓയൂർ റോഡ്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന 15ഓളം ക്യാമറകളാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത്. ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ക്യാമറകൾ വളരെ വ്യക്തമായി ആയൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ MLA ഫണ്ടിൽ നിന്നും ചിലവാക്കിയാണ് ഇത്തരത്തിൽ ആയൂർ ടൗണിൽ ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചത്. ഹൈ ക്വാളിറ്റി ദൃശ്യങ്ങളാണ് ഈ ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിക്കുന്നത്. എന്നാൽ വളരെ കുറേ നാളുകളായി തന്നെ ഇടറോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളൊന്നും തന്നെ വളരെ കുറേ നാളുകളായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് ശരിയാക്കാനുള്ള യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആയൂർ ടൗണിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 5ഓളം ക്യാമറകളാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകളായിരിക്കുന്നത്. എന്നാൽ ഈ ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ യാതൊരുവിധ നടപടികളും ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ പാലിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകളൊക്കെ ചടയമംഗലം പോലീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഇത്തരത്തിൽ ആയൂർ ടൗണിൽ ഉണ്ടാകുന്ന അപകടങ്ങളും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് ഇത് കൃത്യമായി കാണുവാൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ ക്യാമറകൾ നമ്മുടെ കൊല്ലം ജില്ലയിലല്ല സംസ്ഥാനത്തൊട്ടാകെ ടൗൺ പ്രദേശങ്ങളിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ക്യാമറകൾ മുഴുവൻ ആയൂർ പട്ടണത്തിൽ പ്രവർത്തനരഹിതമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും ഒക്കെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആയൂർ ടൗണിൽ ആയൂരെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ടൗണിൽ പ്രവർത്തിക്കേണ്ടുന്ന ക്യാമറകൾ ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തണം. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് രാവിലെ 8:30 ആയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വനിതയ്ക്ക് ഒരു ദുരനുഭവം ഉണ്ടായി. ഒരു വാഹനം ഈ വനിതയെ ഇടിക്കുകയും ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുകയും തുടർന്ന് ഈ വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടി അതുപോലെ തന്നെ അവരുടെ തലയ്ക്കും വലിയ ക്ഷതമേൽക്കുകയും ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നാൽ ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ പോലീസിനോ അല്ലെങ്കിൽ ഈ വനിതയുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന ക്യാമറകളൊന്നും തന്നെ പോലീസിന്റെ ക്യാമറകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടവർ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയെങ്കിലും ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പോലീസ് പറയുകയുണ്ടായി. കാരണം മാസങ്ങളോളം ഈ ഇടറോഡുകളിലെ ക്യാമറകൾ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇപ്പോൾ 2-3 ആഴ്ചക്കാലമായി ആയൂർ ടൗണിൽ വെച്ചിരിക്കുന്ന ഹൈ ക്വാളിറ്റി ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഗൗരവമുള്ളൊരു കാര്യമാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്ന ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ശക്തമാക്കേണ്ടതുണ്ട്. ഇത് ക്യാമറകൾ ശരിയാക്കി പോലീസിന് ഇതിന്റെ ദൃശ്യങ്ങൾ കിട്ടുവാനുള്ള ഒരു ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം.